ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സപ്ലൈകോ വഴിയുള്ള നെല്ല് സംഭരണം നിലച്ചതോടെ കർഷകർ ദുരിതത്തിൽ. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പാടശേഖര സമിതികളുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് 100 കണക്കിന് ടൺ നെല്ല്. കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. തുടർച്ചയായുള്ള കാട്ടാന ശല്യം മൂലം പ്രദേശവാസികൾ ഭീതിയിൽ. വിയ്യൂരിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനെ കണ്ടെത്താനായില്ല. ബാലമുരുകൻ തമിഴ്നാട്ടിലുണ്ടെന്ന നിഗമനത്തിൽ പോലീസ്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മാണത്തിനുള്ള കരാർ ഉറപ്പിച്ചു. 345 കോടി രൂപയുടേതാണ് കരാർ. 30 മാസമാണ് നിർമ്മാണ കാലാവധി. മണ്ണുത്തി അങ്കമാലി ദേശീയപാത കൊരട്ടിയിൽ മേൽപ്പാലം നിർമ്മാണത്തിന് തുടക്കം. ബദൽ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ പ്രദേശത്ത് ഗതാഗത കുരുക്ക്. വാർത്തകൾ വിശദമായി. സപ്ലൈകോ വഴിയുള്ള നെല്ല് സംഭരണം നിലച്ചതോടെ ദുരിതം പേറി കർഷകർ. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പാടശേഖര സമിതികളുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് 100 കണക്കിന് ടൺ നെല്ല്. 1.5 മാസമായി കൊയ്തെടുത്ത വിരിപ്പൂ കൃഷിയുടെ നെല്ലാണ് പറമ്പുകളിലും വീട്ടുമുറ്റത്തും കിടക്കുന്നത്. സൂക്ഷിക്കാനിടമില്ലാതെ പല കർഷകരുടെയും നെല്ല് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി പെയ്ത മഴയിൽ നെല്ലുണക്കി സൂക്ഷിക്കാനും കർഷകർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അളഗപ്പനഗർ, മറ്റത്തൂർ, വരന്തരപ്പള്ളി, പുതുക്കാട് പഞ്ചായത്തുകളിലായി ഇത്തരത്തിൽ 100 കണക്കിന് ടൺ നെല്ലാണ് ചാക്കുകളിൽ നിറച്ച് സൂക്ഷിക്കുന്നത്. ഇതോടെ പലിശയ്ക്കെടുത്തും ആഭരണങ്ങൾ പണയപ്പെടുത്തിയും കൃഷിയിറക്കിയ കർഷകരാണ് കടക്കെണിയിലായത്. അളഗപ്പനഗർ പഞ്ചായത്തിലെ കാവല്ലൂർ, പൂക്കോട്, പച്ചളിപ്പുറം പാടശേഖരങ്ങളിൽ മാത്രം ടൺ കണക്കിന് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. 200ഓളം കർഷകർ രാപ്പകലില്ലാതെ കൃഷി ചെയ്തെടുത്ത നെല്ല് സംഭരിക്കാത്തതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് കർഷകർക്കുള്ളത്. വിരിപ്പൂ കൃഷി ചെയ്ത ശേഷം 1 മാസം മുൻപ് മുണ്ടകൻ കൃഷി ഇറക്കിയ കർഷകർക്ക് ഏറെ സാമ്പത്തിക ബാധ്യതയാണ് നേരിടേണ്ടി വരുന്നത്. മില്ലുകൾ സംഭരിച്ചു നൽകിയ നെല്ലിന്റെ കുടിശ്ശിക സപ്ലൈകോ കൊടുത്തു തീർക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കാട്ടുപന്നി ശല്യവും കനത്ത മഴയും മൂലം വിളവ് കുറഞ്ഞ വിരിപ്പൂ കൃഷിയുടെ നെല്ല് പല കർഷകരും പറമ്പുകളിലും മുറ്റത്തുമിട്ടാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉണക്കിയെടുക്കുന്നത്. ഒരേക്കർ കൃഷി ഇറക്കാൻ 40,000 രൂപയോളമാണ് ചിലവ് വരുന്നത്. സപ്ലൈകോ 1 കിലോ നെല്ലിന് 28 രൂപ 20 പൈസയ്ക്കാണ് സംഭരിക്കുന്നത്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇതിൽ 2% വീണ്ടും കുറയ്ക്കും. ഈ സാഹചര്യത്തിൽ സ്വകാര്യ മില്ലുകളുടെ ചൂഷണവും കർഷകർ നേരിടുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന നെല്ല് 18 രൂപ നിരക്കിൽ സ്വകാര്യ മില്ലുകൾക്ക് കൊടുത്ത കർഷകരും ഏറെയാണ്. നെല്ല് സംഭരണം വേഗത്തിൽ തീർത്ത് കർഷകരുടെ ദുരിതത്തിന് അറുതി വരുത്താൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പാടശേഖര സമിതികൾ അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. TCV പുതുക്കാട്. കുതിരാനിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ചൊവ്വാഴ്ച അർദ്ധരാത്രി 1 മണിയോടെയാണ് കുതിരാൻ ക്ഷേത്രത്തിന് സമീപം ഒറ്റയാൻ ഇറങ്ങിയത്. 1 മണിക്കിറങ്ങിയ ആന 3 മണിയോടെ കാട്ടിലേക്ക് കയറിപ്പോയി. കുങ്കിയാനകൾ എത്തിയതിനു ശേഷം ആദ്യമായാണ് കാട്ടാന നാട്ടിൽ ഇറങ്ങിയത്. കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ ഒളിവിൽ തുടരുന്നു. വിയ്യൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ട് 10 ദിവസം പിന്നിട്ടു. തമിഴ്നാട് പോലീസും കേരള പോലീസും അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇയാൾ കാണാമറയത്ത് തുടരുകയാണ്. തമിഴ്നാട്ടിലും കേരളത്തിലുമായി 50-ലധികം കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. ബാലമുരുകൻ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് എത്തിയെങ്കിലും ഇയാളെക്കുറിച്ച് സൂചനയൊന്നും തന്നെ ലഭിച്ചില്ല. ക്രൂരമായി ആക്രമിച്ച് കവർച്ച നടത്തുന്ന രീതിയാണ് ബാലമുരുകൻ്റേത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മാണത്തിനുള്ള കരാർ ഉറപ്പിച്ചു. ഈറോഡ് ആസ്ഥാനമായുള്ള വെങ്കിടാചലപതി കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനമാണ് കരാർ നേടിയിട്ടുള്ളത്. 344.89 കോടി രൂപയാണ് കരാർ തുക. 30 മാസമാണ് നിർമ്മാണ കാലാവധി. ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന നിർമ്മാണ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ നടക്കുക. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ കൊരട്ടിയിൽ മേൽപ്പാലം നിർമ്മാണത്തിന് തുടക്കം.
3 സ്പാനുകളുള്ള മേൽപ്പാലത്തിന്റെ പ്രാഥമിക ഘട്ടമായ പൈലിംഗ് ജോലികളാണ് തുടങ്ങിയത്. കരാറിന്റെ കാലാവധി പൂർത്തിയാകാൻ 1.5 മാസം മാത്രം ശേഷിക്കെയാണ് മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ബദൽ റോഡുകളുടെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ചൊവ്വാഴ്ച തിരക്കിട്ട് ബദൽ റോഡുകളിൽ ടാറിംഗ് നടത്തിയെങ്കിലും വൈദ്യുതി തൂണുകൾ പോലും പൂർണ്ണമായും മാറ്റിയിട്ടില്ല. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ പുള്ളിമാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഇദ്ദേഹത്തിന് പുറമെ വനം വിജിലൻസ് വിഭാഗം CCF ജോർജി പി മാത്തൻ, ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ അരുൺ സഖറിയ എന്നിവരും സമിതി അംഗങ്ങളാണ്. സുരക്ഷാ വീഴ്ചയുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. തെരുവുനായ്ക്കൾ പാർക്കിനുള്ളിൽ പ്രവേശിച്ച സ്ഥലങ്ങൾ കണ്ടെത്തി. ജീവനക്കാർ വാതിലുകൾ തുറന്നിട്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. 4 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വനം മന്ത്രിയുടെ നിർദ്ദേശം. ചൊവ്വാഴ്ചയാണ് 10 പുള്ളിമാനുകൾ തെരുവുനായ്ക്കൾ ആക്രമിച്ച് കൊല്ലപ്പെട്ടത്. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ നായ്ക്കളുടെ ആക്രമണം മൂലം മാനുകൾ ചത്ത സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര മൃഗശാല അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ സഞ്ജയ് കുമാർ ശുക്ല നിർദ്ദേശം നൽകി. കേന്ദ്ര മൃഗശാല അതോറിറ്റി ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് അസിസ്റ്റന്റ് T. അജയ് കുമാറിനെയാണ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ചാലക്കുടി മേലൂരിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ മധ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ചു. അടിച്ചിലി ആലക്കപ്പള്ളി മംഗലത്ത് വീട്ടിൽ 60 വയസ്സുള്ള സുധാകരൻ ആണ് മരിച്ചത്. ഇയാളുടെ സുഹൃത്തും സമീപവാസിയുമായ KVT ശോഭനനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെ പാണേലി രാജപ്പൻ എന്നയാളുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും രാജപ്പന്റെ വീട്ടിലെത്തി രാവിലെ മുതൽ മദ്യപിച്ചിരുന്നതായി പരിസരവാസികൾ പറഞ്ഞു. തുടർന്നായിരുന്നു വാക്കുതർക്കവും കൊലപാതകവും നടന്നത്. കുറച്ചകലെ താമസിക്കുന്ന രാജപ്പന്റെ മകൻ രാജേഷാണ് തറവാട്ട് വീട്ടിൽ സുധാകരൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചത്. വയോധികനും അസുഖബാധിതനുമായ രാജപ്പൻ വീടിന്റെ മുൻഭാഗത്ത് നടന്ന കൊലപാതകം അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. സംഭവത്തിന് ശേഷം രക്തക്കറ പുരണ്ട മുണ്ട് സ്ഥലത്തുപേക്ഷിച്ച ശേഷം സ്വന്തം വീട്ടിൽ പോയി മറ്റൊരു മുണ്ടെടുത്ത് ശോഭനൻ വീണ്ടും സംഭവസ്ഥലത്തെത്തി. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും ഒരുമിച്ച് മദ്യപിക്കൽ പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV ചാലക്കുടി. കൊമ്പൻ വലിയപുരയ്ക്കൽ സൂര്യൻ ചരിഞ്ഞു. കൂട്ടുപാതയിലെ ആനത്തറയിൽ വെച്ച് ബുധനാഴ്ച വൈകിട്ടാണ് 70 വയസ്സോളം പ്രായമുള്ള സൂര്യൻ ചരിഞ്ഞത്. അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മേഖലയിലെ എല്ലാ ഉത്സവങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു വലിയപുരയ്ക്കൽ സൂര്യൻ. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നാ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും.
കുവൈറ്റ് എണ്ണഖനന കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശി ഉൾപ്പെടെ 2 മലയാളികൾ മരിച്ചു. തൃശൂർ സ്വദേശി നടുവിൽ പറമ്പിൽ നിഷിൽ സദാനന്ദൻ, കൊല്ലം സ്വദേശി സുനിൽ സോളമൻ എന്നിവരാണ് മരിച്ചത്. ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ജോലിക്കിടെ പ്രഷർ പൈപ്പ് പൊട്ടി ശക്തമായി തലയുടെ പുറകിൽ ഇടിക്കുകയായിരുന്നു. തൃശൂർ സ്വദേശിയായ നിഷിലിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഈ മാസം 17-ന് നാട്ടിലെത്താനിരിക്കെയാണ് മരണം. തൃശൂരിൽ വിവാഹാഘോഷ ചടങ്ങിനിടെ ജനറേറ്ററിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിച്ച് 30-ലധികം പേർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. കിഴക്കേക്കോട്ടയിലെ സ്വകാര്യ ഹോട്ടൽ സമുച്ചയത്തിൽ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് നടന്ന വിവാഹാഘോഷ ചടങ്ങിനിടെയായിരുന്നു സംഭവം. പൂർണ്ണമായും ശീതീകരിച്ച ഹാളിലായിരുന്നു ചടങ്ങ് നടന്നത്. സമീപത്തെ ജനറേറ്ററിൽ നിന്നുയർന്ന കാർബൺ മോണോക്സൈഡ് വാതകം ഹാളിലേക്ക് കടക്കുകയായിരുന്നു. ഇത് ശ്വസിച്ചതോടെയാണ് ചടങ്ങിൽ പങ്കെടുത്തവർക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. തലകറക്കം, തലവേദന, ഛർദി തുടങ്ങിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 32 പേരെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബിസിനസ് തർക്കത്തെ തുടർന്ന് എതിർ കച്ചവടക്കാരനെ ഒഴിപ്പിക്കുന്നതിനായി ക്വട്ടേഷൻ നൽകിയ കേസിൽ പ്രതി അറസ്റ്റിലായി. കണ്ടശാംകടവ് മാർക്കറ്റിൽ പന്നിയിറച്ചി കച്ചവടം നടത്തുന്ന പടിയം സ്വദേശി പള്ളിപ്പാടൻ വീട്ടിൽ ജസ്റ്റിനാണ് അറസ്റ്റിലായത്. ജസ്റ്റിന്റെ കടയ്ക്ക് സമീപത്തായി ഹരീഷ് എന്ന ആനന്ദൻ പന്നിയിറച്ചി കച്ചവടം നടത്തുന്നതിനായി പുതിയ കട തുറന്നതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കങ്ങളും മറ്റുമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ജസ്റ്റിൻ ആനന്ദിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നതിനായി സൂര്യപുത്രി എന്നറിയപ്പെടുന്ന സുനിത, നെടുപുഴ സ്വദേശി ജിത്തു എന്നിവർക്ക് പണം നൽകി ക്വട്ടേഷൻ നൽകുകയായിരുന്നു. കുടുംബ ധ്യാന പരിപാടികളിലൂടെ സാമൂഹ്യമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ദമ്പതികൾ തമ്മിലടിച്ചു. ഭാര്യയെ മർദ്ദിച്ചുവെന്ന കുറ്റത്തിന് ഭർത്താവിന്റെ പേരിൽ കൊരട്ടി പോലീസ് കേസെടുത്തു. ചാരിറ്റി പ്രവർത്തകരായ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫുമാണ് തമ്മിലടിച്ചത്. ചാലക്കുടി മുരിങ്ങൂരിൽ ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണ് ഇവർ. കുടുംബതർക്കം പറഞ്ഞു തീർക്കുന്നതിനിടെയാണ് അടിപിടിയുണ്ടായത്. തർക്കത്തെ തുടർന്ന് ഇരുവരും 9 മാസമായി അകന്നു കഴിയുകയായിരുന്നുവെന്ന് FIR-ൽ പറയുന്നു. കഴിഞ്ഞ ഒക്ടോബർ 25-ന് പ്രശ്നം പറഞ്ഞു തീർക്കാൻ ജിജി ഭർത്താവ് മാരിയോയുടെ വീട്ടിലെത്തി. സംസാരത്തിനിടെ പ്രശ്നം വഷളാവുകയും ജിജിയെ മാരിയോ ഉപദ്രവിക്കുകയുമായിരുന്നു. TV ബോക്സ് എടുത്ത് മാരിയോ ഭാര്യയുടെ തലയ്ക്കടിച്ചു. 2 കൈകളിലും കടിച്ചു. മുടിക്കുത്തിന് പിടിച്ച് വലിച്ച് മർദ്ദിക്കുകയും ചെയ്തു. ജിജിയുടെ 70,000 രൂപ വിലയുള്ള ഫോൺ എറിഞ്ഞു പൊട്ടിച്ചുവെന്നും FIR-ൽ പറയുന്നു. ഏറെക്കാലമായി ഫിലോകാലിയ എന്ന ധ്യാന പരിപാടി നടത്തിവരികയായിരുന്നു ഇരുവരും. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഇവർ കൗൺസിലിംഗ് നടത്താറുണ്ട്. ഭർത്താവിനെതിരെ ഭാര്യയുടെ പരാതി വ്യാജമാണെന്നറിഞ്ഞിട്ടും ഭാര്യയ്ക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പോലീസ് വ്യക്തമാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത. കള്ള ഒപ്പിട്ട് ബാങ്കിൽ നിന്നും 4.25 ലക്ഷം രൂപ ഭർത്താവ് പിൻവലിച്ചു എന്നായിരുന്നു പരാതി. കൊടകര സ്വദേശി ജെറിൻ ജോണി കൊടകര പോലീസിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. പരാതിക്കാരന്റെയും ഭാര്യയുടെയും പേരിൽ കൊടകര ഫെഡറൽ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഭർത്താവുമായി അകന്ന ഭാര്യ തന്റെ വ്യാജ ഒപ്പിട്ട് ഭർത്താവ് പണം പിൻവലിച്ചുവെന്ന് ആരോപിച്ച് ഇരിഞ്ഞാലക്കുട കോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു. വോട്ടർ പട്ടിക അച്ചടിച്ചു നൽകിയതിലെ അപാകതകൾ മൂലം വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിച്ചുള്ള കണക്കെടുപ്പ് BLOമാർക്ക് ദുരിതമായി. എല്ലാ വർഷവും വോട്ടർ പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കണക്കെടുപ്പ് നടത്തുന്നത്. BLOമാർക്ക് നിലവിലുള്ള വോട്ടർ പട്ടിക 3 ഘട്ടങ്ങളിലായി നൽകിയതാണ് വിനയായത്. ആദ്യഘട്ടത്തിൽ ക്രമനമ്പർ അനുസരിച്ച് ബൂത്തിലെ 300 പേരുടെ പട്ടികയാണ് ലഭിച്ചത്. വീടുകളിലെത്തി നൽകിയ ഫോം നിലവിലുള്ള വോട്ടർമാർ BLOമാർക്ക് തിരിച്ചു നൽകുകയും ചെയ്തു. 1000-ഓളം വരുന്ന വോട്ടർമാരുടെ വിവരങ്ങളും ഫോമും തിരഞ്ഞെടുത്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ജോലി പൂർത്തിയായപ്പോഴാണ് വീണ്ടും മറ്റൊരു പട്ടിക കൂടി ലഭിച്ചത്. പുതിയ വോട്ടർമാരുടെ പട്ടികയാണ് സ്ഥിതിവിവര കണക്കെടുപ്പിനായി ലഭിച്ചത്. ഇത്തരത്തിൽ പട്ടിക ലഭിച്ചതോടെ ആദ്യ വീടുകൾ മുതൽ പുതിയ വോട്ടർമാരെ കണ്ടെത്താൻ വീണ്ടും കയറിയിറങ്ങേണ്ട അവസ്ഥയിലാണ്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുഖ്യപ്രതി നെന്മേനി തൈവളപ്പിൽ പ്രഗിലേഷിനെ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായ പ്രഗിലേഷിനെ ശനിയാഴ്ച ഗുരുവായൂരിൽ എത്തിച്ചിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച പ്രതിയെ ഞായറാഴ്ചയാണ് റിമാൻഡ് ചെയ്തത്. ഒക്ടോബർ 10-നാണ് വ്യാപാരിയായ മുസ്തഫയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശക്കാരുടെ ഭീഷണി മൂലം ജീവനൊടുക്കുന്നുവെന്ന ആത്മഹത്യാക്കുറിപ്പിൽ പ്രഗിലേഷിന്റെയും കണ്ടാണശ്ശേരി സ്വദേശി ദിവേഗിന്റെയും പേരുകൾ പരാമർശിച്ചിരുന്നു.
ദിവേഗിനെ പിടികൂടാൻ ഇനിയും സാധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡുകളിലെ എഴുത്ത് നിർമ്മാണ തൊഴിലാളികൾക്ക് തലവേദനയാകുന്നു. പീച്ചി വാഴാനി കോറിഡോർ റോഡിൽ പുന്നമ്പറമ്പ് കനാൽ പരിസരം, ലക്ഷംവീട് വളവ്, കല്ലംകൂട്ടം, ഊരോക്കാട് എന്നീ സ്ഥലങ്ങളിലാണ് റോഡ് മുഴുവനുമായി കുമ്മായം കൊണ്ട് പാർട്ടി ചിഹ്നങ്ങളും എഴുത്തുകളുമായി വൃത്തികേടാക്കിയിരിക്കുന്നത്. പൂർണ്ണമായും ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിൽ സൈഡ് ലൈനുകളും സെന്റർ ലൈനുകളും ഇനിയും വരയ്ക്കാനുണ്ട്. റോഡിൽ കുമ്മായം കൊണ്ട് എഴുതിയത് മൂലം സീബ്ര ലൈനുകളും മറ്റും കൃത്യമായി വരയ്ക്കാനാകാത്ത സ്ഥിതിയിലാണ് തൊഴിലാളികൾ. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഓട്ടോറിക്ഷയും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. അണ്ടത്തോട് സ്വദേശി അണ്ടത്തോട് വീട്ടിൽ മുഹമ്മദ് റാഫിക്കാണ് പരിക്കേറ്റത്. നഗരസഭയ്ക്ക് സമീപത്തെ വൺ വേ ഇറങ്ങി ഗുരുവായൂർ റോഡിലേക്ക് കയറുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ചരക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. 2026 നിർബന്ധമായും കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കൊച്ചിയും. Booking.com തയ്യാറാക്കിയ 10 ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിലാണ് ലോകോത്തര ഡെസ്റ്റിനേഷനുകൾ ഉൾപ്പെട്ട പട്ടികയിൽ കൊച്ചിയും ഇടം പിടിച്ചത്. പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക ഡെസ്റ്റിനേഷനാണ് കൊച്ചി. കേരള ടൂറിസത്തിന് ലഭിച്ച ആഗോള അംഗീകാരമാണ് ഇതെന്ന് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുതിയ നേട്ടം കേരളത്തിന്റെ ടൂറിസം വളർച്ചയ്ക്ക് ഗുണകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഗൃഹാതുരമായ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി മോനുടി ഗ്രാമത്തിൽ സൈക്കിൾ യജ്ഞം അരങ്ങേറി. കർണാടകയിൽ നിന്നുള്ള 6 അംഗ സംഘമാണ് വിസ്മയിപ്പിക്കുന്ന സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളുമായി മോനുടിയിൽ എത്തിയത്. കർണാടകയിലെ മൈസൂർ, ഹാസൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരടങ്ങിയ സംഘമാണ് മോനൊടി കനാൽ പരിസരത്തുള്ള നടന കലാവേദി ഓഫീസിന് മുന്നിൽ സൈക്കിൾ അഭ്യാസവും നൃത്തപരിപാടികളും അവതരിപ്പിച്ചത്. 30-കാരനായ മൈസൂർ മഞ്ജുനാഥും ബെല്ല്, ബ്രേക്ക്, മഡ്ഗാർഡ് എന്നിവ നീക്കം ചെയ്ത് രൂപമാറ്റം വരുത്തിയ സൈക്കിളുമാണ് യജ്ഞത്തിലെ മുഖ്യ താരങ്ങൾ. 4 ചക്രവാഹനങ്ങളുടെ സ്റ്റിയറിംഗ് പോലെ വട്ടം തിരിക്കാവുന്ന ഹാൻഡിലുള്ള സൈക്കിളിലിരുന്ന് അസാമാന്യ മെയ്വഴക്കത്തോടെ മൈസൂർ മഞ്ജുനാഥും സഹപ്രവർത്തകരായ ലക്ഷ്മണ, ഗോപിനാഥ് എന്നിവർ ചേർന്ന് കാഴ്ചവെച്ച അഭ്യാസ പ്രകടനങ്ങൾ കാണികളെ വിസ്മയം കൊള്ളിച്ചു. തമിഴ്, ഹിന്ദി, മലയാളം ഹിറ്റ് പാട്ടുകൾ അനുസരിച്ചുള്ള നൃത്തപരിപാടികളും സൈക്കിൾ അഭ്യാസത്തിനിടെ അരങ്ങേറി. സംഘത്തിലെ രാധ, തേജാവതി എന്നിവരും നൃത്തത്തിന് ചുവടുവെച്ചു. വർണ്ണവിളക്കുകളും കൊടിതോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച തൂണിന് ചുറ്റും വൃത്താകൃതിയിൽ രൂപപ്പെടുത്തിയ ചെറിയ മൈതാനത്തിലാണ് സൈക്കിൾ യജ്ഞം അരങ്ങേറിയത്. മണ്ണിനടിയിൽ കുഴിച്ചിട്ടയാൽ അരമണിക്കൂറിന് ശേഷം ജീവനോടെ പുറത്തു വരുന്നതും, നെഞ്ചിൽ ട്യൂബ് ലൈറ്റുകൾ അടിച്ചുടയ്ക്കൽ, വെള്ളം നിറച്ച കുടം കടിച്ചു പിടിച്ചുകൊണ്ട് സൈക്കിളിൽ വലം വെക്കൽ തുടങ്ങിയ സാഹസിക പ്രകടനങ്ങളും ഇവർ കാഴ്ചവെച്ചു. കഴിഞ്ഞ 4 വർഷമായി കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രകടനം. സൈക്കിൾ അഭ്യാസമാണ് സംഘത്തിന്റെ ജീവനോപാധി. അഭ്യാസ പ്രകടനവുമായി രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് സംഘത്തിലെ പ്രധാനിയായ മൈസൂർ മഞ്ജുനാഥൻ പറഞ്ഞു. കർണാടക, ഹാസൻ സ്ഥല കേരളത്തിലെ മൊത്തം 5 ವರ್ಷമായി 5 ವರ್ಷത്തിലെ ഒരു ഗ്രാമ പ്രദേശത്തിലെ 2 ദിവസം പരിപാടി. തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, പിന്നെ വർക്കല ആ ഭാഗത്തെല്ലാം പോയി. മൊത്തം നമ്മൾ ഒരു 6 ആളുണ്ട്. ഒരു ഞങ്ങൾ ഭാര്യ, ചേട്ടന്, ഞങ്ങൾ അച്ഛന്, പിന്നെ ഞങ്ങളൊരു ഫാമിലി
ഒരു ഫാമിലിക്കാണ് ഒരു 2 ടീമുണ്ടല്ലോ നമ്മൾ. ഒരു ടീമല്ല 2 ടീമുണ്ട്. പ്രകടനം കണ്ട് മനസ്സു നിറഞ്ഞ കാണികൾ നൽകുന്ന ചെറിയ തുകകളാണ് ഇവരുടെ വരുമാനം. കാണികളിൽ നിന്ന് സംഭാവനയായി ലഭിക്കുന്ന സാധനങ്ങൾ ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതിലൂടെയും ചെറിയ വരുമാനം ലഭിക്കും. വേനൽ മാസങ്ങളിൽ സൈക്കിൾ യജ്ഞവുമായി നാട് ചുറ്റാനിറങ്ങുന്ന സംഘം അത് കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചെത്തി കൃഷിപ്പണികളിൽ മുഴുകും. 80കളുടെ അവസാനം വരെ ഗ്രാമാന്തരങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സൈക്കിൾ യജ്ഞം ടെലിവിഷൻ അടക്കമുള്ള നവവിനോദ ഉപാധികൾ വന്നതോടെയാണ് ഗൃഹാതുര ഓർമ്മയായി മാറിയത്. TCV കൊടകര. തൃശൂർ കിഴക്കേക്കോട്ടയിൽ അപകടകരമായ രീതിയിൽ തടി കയറ്റിയ ലോറി മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. തൊടുപുഴയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് പിടികൂടിയത്. 50,000 രൂപ പിഴ ഈടാക്കി. വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് വാഹനം പിടികൂടിയത്. CPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല നവമാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൗൺസിൽ അംഗം TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, സബ് കമ്മിറ്റി കൺവീനർ KP സന്ദീപ്, KS ജയ, ബിനോയ് ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്ന് ഈ വർഷം സംഘടിപ്പിക്കുന്ന ബോൺ നത്താലയുടെ ഭാഗമായുള്ള AI പ്ലോട്ടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, ഫാദർ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ, ജനറൽ കൺവീനർ ജോർജ് ചിറമൽ, ചീഫ് കോർഡിനേറ്റർ ജോജു മഞ്ഞില, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ഏകോപന സമിതി സെക്രട്ടറി ഷിൻഡോ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. AI സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയുള്ള ചലിക്കുന്ന പ്ലോട്ടുകളുടെ ഇത്തവണത്തെ ബോൺ നത്താലയുടെ മാറ്റുകൂട്ടുമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. പ്രത്യേകിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ AI പ്ലോട്ടുകൾ നിർമ്മിക്കാനായിട്ട് ആരംഭം കുറിക്കുന്നു എന്നതാണ്. അതിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ജോസച്ചനടക്കം വ്യക്തികളടക്കം ഇവിടെ വന്ന് അതിൻ്റെ AI പ്ലോട്ടുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ തന്നെ ഇവിടെ നടന്നത്. ബോൺ നത്താലെ സാംസ്കാരിക നഗരത്തിൽ പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിൻ്റെ, ക്രിസ്മസ് ന്യൂ ഇയർ സന്തോഷത്തിൻ്റെ, അതിനേക്കാൾ അപ്പുറത്ത് ഈ നാടിൻ്റെ നന്മയ്ക്ക് കാരുണ്യത്തിൻ്റെ ആഘോഷമായി നടക്കാൻ കാരണമാകട്ടെ. ഈ കാലഘട്ടത്തിൽ AI രൂപത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലോട്ടുകൾ തീർച്ചയായിട്ടും കാണാൻ വരുന്നവർക്ക്, പങ്കെടുക്കുന്നവർക്ക് അത് വലിയ ഒരു നല്ല സാംസ്കാരിക അനുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രത്യേകമായത്തിൽ നന്ദിയോടെ അവർക്ക് വിജയാശംസകൾ നേരുന്നു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,505 രൂപ, പവന് 92,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സപ്ലൈകോ വഴിയുള്ള നെല്ല് സംഭരണം നിലച്ചതോടെ കർഷകർ ദുരിതത്തിൽ. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പാടശേഖര സമിതികളുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് 100 കണക്കിന് ടൺ നെല്ല്. കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. തുടർച്ചയായുള്ള കാട്ടാന ശല്യം മൂലം പ്രദേശവാസികൾ ഭീതിയിൽ. വിയ്യൂരിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനെ കണ്ടെത്താനായില്ല. ബാലമുരുകൻ തമിഴ്നാട്ടിലുണ്ടെന്ന നിഗമനത്തിൽ പോലീസ്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മാണത്തിനുള്ള കരാർ ഉറപ്പിച്ചു. 345 കോടി രൂപയുടേതാണ് കരാർ. 30 മാസമാണ് നിർമ്മാണ കാലാവധി. മണ്ണുത്തി അങ്കമാലി ദേശീയപാത കൊരട്ടിയിൽ മേൽപ്പാലം നിർമ്മാണത്തിന് തുടക്കം. ബദൽ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ പ്രദേശത്ത് ഗതാഗത കുരുക്ക്.
ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.